വാമനന്റെ കാൽക്കഴപ്പ് മാറിയെങ്കിൽ ഒന്ന് അങ്ങോട്ട് മാറിയിരിക്കാവോ? മാറിയിരിക്കാം. അയ്യോ, മാവേലി തമ്പുരാൻ എവിടെയാണാവോ? മാവേലി തന്നെ അവിടെ പുറകെ നിൽക്കുന്നു. അട്ടേ, മാവേലി തമ്പുരാൻ അങ്ങോട്ട് എഴുന്നള്ളുക. എല്ലാവർക്കും ഓണാശംസകൾ. അയ്യോ, കൂണിംഗ് ഗ്ലാസ് വെച്ചിട്ട് മാത്രമേ മാവേലി ഓണാശംസകൾ പറയുള്ളൂ. ചെറുക്കടാ കൂണിംഗ് ഗ്ലാസ്. എല്ലാവർക്കും ഓണാശംസകൾ. പോയിരിക്കടാ. ഒരേ ആ സാങ്കല്പിക കസാരയിൽ പോയിരി. ഞാൻ ഇരിക്കണോ? അല്ല, പിന്നെ ഞാനിരിക്കാം. മേഡത്തിന്റെ മടി ഞാൻ ഇരിക്കാം. അവിടെ നീങ്ങിരിക്കടാ, അങ്ങോട്ട് നീങ്ങിരിക്കടാ. അട്ടേ, ഇവിടെ വാടാ. അങ്ങനെ എടാ പോടാന്നൊന്നും എന്നെ വിളിക്കരുത്. ഞാൻ വാമനനാണ്. ആണോ? അതെ. വാമോനെ വാമന. എന്തോ ഈ ഓണക്കാലത്ത് വാമനന്റെ വേഷവും മാവേലിയുടെ വേഷവും കെട്ടി കണ്ണി കണ്ട ക്ലബിന്റെ മുമ്പിലൊക്കെ അടിയും പിടിയും നടത്തിയിട്ട് പിന്നെ നിന്നൊക്കെ ഞാൻ എന്തോ പറയണോടാ? സാർ, ഞാനല്ല വഴക്കുണ്ടാക്കിയത്, ഇവനാണ് വഴക്കുണ്ടാക്കിയത്. ഇവനാണ് വഴക്കുണ്ടാക്കിയത്. നീയല്ലടാ വഴക്കുണ്ടാക്കിയത്. ഇവനാണ് വഴക്കുണ്ടാക്കിയത്. എടാ ചിപ്രിക്കണ്ണ, നിന്നെ ഒട്ടിച്ച് മാംസ ബുക്കേ ഇവിടെ വാടാ. നിന്നെ ഞാൻ കടിച്ച് നിന്റെ പുക്കിള് ഞാൻ കടിച്ച് പറിക്കൂടാ. എന്റെ പൊക്കിള് കടിക്കല്. എന്റെ പൊക്കിള് കടിക്കല്. എന്റെ പൊക്കിള് കടിക്കല്. ചേട്ടാ, ഇങ്ങനെ കടിപിടി കൂടാൻ നിങ്ങളുടെ ഭാര്യ വീടൊന്നല്ല, പോലീസ് സ്റ്റേഷനാ. ഭാര്യ വീട് ഇങ്ങനെ കടിപിടാൻ പറ്റൂല. അതെന്താ? ഇവിടെ ചെന്ന് കഴിഞ്ഞാലേ അച്ചി വീടാണ്. അപ്പൊ അവിടെ സൈലന്റ് ആയിട്ട് മാത്രമേ ഇരിക്കാവൂ. എവിടുന്ന് കിട്ടിയടോ ഈ മാവേലിനെ? സാറേ, നല്ല മാവേലിനൊക്കെ ആമ്പിള്ളാരങ്ങ് കൊണ്ടുപോയി അവസാനം ആർക്കും വേണ്ടാത്ത സാധനത്തിനെ ഇവിടെ കിട്ടിയിരിക്കുന്നത്. പറയുന്ന ആള് പിന്നെ അമിതാഭ് ബച്ചനാണല്ലോ. എന്തിനാ ഇങ്ങനെ വെച്ചത്? ഈ കോമഡി പറയുന്ന നേരത്ത് ഇങ്ങനെ സാധനം വരും. കോമഡി പറയാൻ നേരത്ത് ഇങ്ങനെ വെച്ചാലേ SI വരുമ്പോ നല്ല പഞ്ചിലുള്ള ഇടി കിട്ടും. നോക്കിക്കോ. SI വരുമോ ഇപ്പൊ? SI വരൂ ഇപ്പൊ. അതെ, കാണാം. നമ്മൾ ഇവിടെ നടന്ന് ഒന്നും പറയണ്ട. ഞാൻ പറയൂടാ. ക്ലബിന്റെ ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയത് ഇവന്മാരാണോ? അതെ. എന്താണ് പ്രശ്നം? അവൻ പറയും. എന്താണ് പ്രശ്നം? അവൻ പറയും. അത് വേറൊന്നുമല്ല, ക്ലബിന്റെ പ്രോഗ്രാമിന് പോയി. സാധാരണ എന്താണ്, 2 അടി നടന്നിട്ട് എന്റെ തലയെ ചവിട്ടണം ആണേ. പക്ഷെ ഇവൻ ഒരടി നടന്നിട്ട് 2 ചവിട്ട് എന്റെ തലയെ ചവിട്ടി. അത് തെറ്റല്ലേ? സാറേ, ഞാൻ ചവിട്ടി വന്നപ്പോ കാല് സ്ലിപ്പായി പോയിട്ട് ആ തലയെ കൊണ്ടതാണ്, അബദ്ധം പറ്റിയത്. ഇപ്പൊ ഇതെല്ലാം മനഃപൂർവ്വം ചവിട്ടിയതാണ്. അല്ല സാറേ, അറിയാണ്ട് ചവിട്ടിയതാണ്. മനഃപൂർവ്വം ചവിട്ടിയതാണ്. അല്ല സാറേ, ഞാൻ ചവിട്ടിയത് മനഃപൂർവ്വം അല്ല, ഇവൻ മനഃപൂർവ്വം എനിക്ക് തടിക്കുവാണ് ചെയ്തത്. ഇനി എന്നെ ഈ മാവേലിയാണ് പ്ലാവലിയാണ് നോക്കൊന്നുമില്ല. ആ ചവിട്ട് പോലെ ഇനി എന്നെ ചവിട്ടി കഴിഞ്ഞാൽ മൂക്കിടിച്ച് ഞാൻ പറത്തി കഴിഞ്ഞാൽ നീ ഇടിക്കും. എന്നെ ഇടിക്കുവോ? ഇടിക്കും. എന്നെയാ? നിന്നെ ഉറപ്പായിട്ട് ഇടിക്കും. എടാ, നീ ഇടിക്കൂ? ഇടിക്കും. ഇടിക്കോടാ നീ? ഉറപ്പായിട്ട് ഇടിക്കും. ഇടിക്കോടാ നീ? ഇടിക്കും. ഇടിക്കോടാ നീ? ഇടിക്കും. ഇടിക്കോടാ നീ? എന്നെ ഇടിച്ചൂടാ. ഞാൻ മഹാബലിയാണ്. മഹാബലിയെ തല്ലിക്കൂടാ. കിരീടം, വസ്ത്രം എല്ലാം ഉണ്ട്. മായേ, കിരീടം വെച്ച രാജാവാണ്, മഹാബലി തമ്പുരാനാണ്, തല്ലാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യും? ഞാൻ ചെന്ന് ചോദിക്കാം. അല്ലയോ മഹാരാജൻ, എന്താണ്? അങ്ങയുടെ കിരീടത്തിന് ഒരുപാട് ഭാരമുണ്ടോ? പിന്നെ ഭയങ്കര വെയിറ്റ് ആണ്. ഇത് എടുത്തു കഴിഞ്ഞാലേ ഇങ്ങനെ തല ഭയങ്കര ഭാരമാണ്. ഞാൻ എന്റെ കിരീടം കൊണ്ട് മാറിയില്ലടാ. ഇത് എപ്പോ നോക്കിയാലും ഇങ്ങനെ തന്നെ. മാവേലി ആയാലും ചവിട്ടിത്താത്തും, ഇവിടെ വന്നാലും ചവിട്ടിത്താക്കും. ഇന്ത്യക്ക് ഓരോ കാര്യം. ഇവിടെ ഒരു ഓണമായിട്ട് മനുഷ്യന്മാര് വീട്ടിൽ പോയി ഒരു ഗ്ലാസ് പായസം കുടിക്കാൻ പറ്റാതെ ഡ്യൂട്ടി എന്ന് പറഞ്ഞ് ഇവിടെ നടക്കുന്നത്. അപ്പൊ നീയൊക്കെ ഇതുപോലെ ഓരോ വേഷവും കെട്ടി ക്ലബിന്റെ അവിടെ ഇവിടെയൊക്കെ ചെന്ന് നാടി നിന്നൊക്കെ എന്ത് ചെയ്താ കൊള്ളാടാ? ഓണം വന്നല്ലോ, പായസം വന്നല്ലോ, ആഹാ. ആടിക്കുടിക്കാലോ, ഇനി പാടിക്കുടിക്കാലോ. താത്തേ, ഓണം വന്നല്ലോ, പായസം വന്നല്ലോ, ആടിക്കുടിക്കാലോ, ഇനി പാടിക്കുടിക്കാലോ. തിത്തേ, ആടിക്കുടിക്കാലോ, ഇനി പാടിക്കുടിക്കാലോ. താത്തേ. ആടിക്കുടിക്കാലോ, ഇനി പാടിക്കുടിക്കാലോ. മായ, നിന്റെ ആട്ടം നിർത്ത്. ഇത് പോലീസ് സ്റ്റേഷനാണ്. അതെനിക്കറിയാം. നമുക്ക് ഈ ഓണായിട്ട് വീട്ടിൽ പോവാൻ പറ്റുമോ? അതുകൊണ്ട് ഞാൻ പായസം ഇവിടെ ഉണ്ടാക്കി. ഇവിടെ ഉണ്ടാക്കിയോ? ആ, അപ്പൊ ശർക്കര എവിടുന്ന്? അത് നമ്മുടെ അലമാരിയിൽ ഇരിപ്പുണ്ടായിരുന്നല്ലോ. എന്റെ ദൈവമേ, അത് വാറ്റ് കേസിന് തൊണ്ടി മുതലായിട്ട് പിടിച്ച ശർക്കരയാ. ഇനിയിപ്പൊ നാളെ കോടതിയിൽ ഞാൻ എന്തോ ഹാജരാക്കും. മേഡം അങ്ങനെ ടെൻഷൻ അടിക്കല്ലേ. നമുക്ക് 10 കിലോ ശർക്കര വാറ്റാം. അല്ല, വാറ്റാന്നല്ല, 10 കിലോ ശർക്കര വാങ്ങിച്ചു കൊടുക്കാം. ഓ, എല്ലാം കണക്കാ. അയ്യോ, പുലി വരുന്നു, പുലി. എന്നെ കടിക്കില്ല. എന്താ ഇവിടെ? സാറേ, പുളി പറിക്കാൻ വന്നതാ. പുളി പറിക്കാനോ? ഈ ഡ്രസ്സിലോ? പുളി പറിക്കല്ലേ സാറേ, പുലി കളിക്കാൻ ഇറങ്ങിയതാന്ന്. നീ എന്നിട്ട് ഇത് ഇവിടെ സാറേ, പറഞ്ഞ ഒരു പട്ടി ഓടി സാറേ എന്നെ. പുലിയെ പട്ടി ഓടിച്ചെന്ന്. അപ്പൊ നീ വന്നപ്പോ പട്ടി കൂടെ വന്നില്ലേ? പട്ടി ഇങ്ങോട്ട് വരത്തില്ല സാറേ, ഇവിടെ സേഫാ. എന്താ സേഫ്? പട്ടിക്കറിയില്ല സാറേ, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടത്തെ തെളിയാത്ത കേസ് മൊത്തം പട്ടി തല വെച്ച് കൊടുക്കും. അങ്ങനെ പട്ടിയുടെ ജീവനം കൊണ്ടുപോയി. ആണോടാ? നാട്ടുകാരെ അങ്ങനെയാണോടാ? ചെറുതായിട്ട്. അയ്യോ സാറേ, ആരാടാ അങ്ങനെ പറഞ്ഞേ? അവിടെ. അയ്യോ, തവള ഇരിക്കും പോലല്ല, പുലി ഇരിക്കും പോലെ ഇരിയടാ, പുലിക്കുട്ട.
എന്നാ പിന്നെ എന്താ? ഞങ്ങളങ്ങ് പോട്ടാ. അതെ, നമ്മൾ തമ്മിലേ നിങ്ങൾ തമ്മില് കോൺട്രാക്ട് അല്ല കോംപ്രമൈസ് ആയി സാറേ. compromise ആയി. അതുകൊണ്ട് നമ്മൾ ഇനി ഒരിടത്തും പ്രശ്നം ഉണ്ടാക്കൂല. ഇല്ല. നമ്മളങ്ങ് പോയിക്കോട്ടെ. പുലിയെ കിട്ടിയ സ്ഥിതിക്ക് ഞങ്ങൾ പൊക്കോളാം. ആയേ അവർക്ക് പോണോന്ന് പോയിക്കോട്ടെ, നമുക്ക് പുലിയെ കിട്ടിയല്ലോ. അല്ലേ? പോട്ടെ അല്ലേ? ആ. പോയിക്കോ. പോ- പോ. പക്ഷെ അതിനു മുമ്പ് ഒരു കാര്യം, ഓണത്തിനെ പറ്റി എന്താണ് പറയാനുള്ളത്? പറഞ്ഞു. പിന്നെ ഓണത്തിനെ പറ്റി പറയാനുള്ളത്, ഞാൻ വാമനാണല്ലോ, ഇത് മഹാബലി. ഞാൻ മാമൻ. അപ്പൊ വാമനും വന്നു മഹാബലിയും വന്നു. അപ്പൊ ഞങ്ങൾ പൊക്കോളാം. ഞങ്ങൾക്കത് അതല്ല ചോദിച്ചത്, ഓണത്തിന്റെ ഐതിഹ്യം പറഞ്ഞിട്ട് പോവാൻ. അങ്ങനെ ഐതിഹ്യം അത് പറഞ്ഞിട്ട് നിങ്ങൾ പോക്കോ. ഐതിഹ്യം അങ്ങനെ ഒരു ഐതിഹ്യം ഉണ്ടോ സാറേ? അല്ല, അത് നാണോണ്ടോടെ വാമനന്റെ മഹാബലിയുടെ വേഷവും കെട്ടി വന്നിട്ട് ഓണത്തിന്റെ ഐതിഹ്യം അറിഞ്ഞൂടെന്ന് പറയാൻ? ഇല്ല ഞാന് സ്റ്റേഷൻ വരെ ഒന്ന് വന്നറാ. നമ്മുടെ മാവേലി കണ്ണനില്ലേ, ആ മാവേലി കണ്ണനും ആ വാമനും ഷിബു ഇപ്പൊ അകത്താണ്. അവരെ ഒന്ന് പൊക്കാൻ വേണ്ടി വന്നു. സാറേ, ഇല്ല എടുക്കാം. ഓക്കെ, ആ ശരി വെക്കാം. നമസ്കാരം നമസ്കാരം മാഡം. ഞാൻ പഞ്ചായത്ത് മെമ്പറാണ്. കരമടച്ച രസീത്, ഇത് റേഷൻ കാർഡിന്റെ കോപ്പി. അയ്യോ, ഇത് വില്ലേജ് ഓഫീസ് അല്ല, പോലീസ് സ്റ്റേഷൻ. അല്ല, അതെനിക്കറിയാം. ഞാൻ മെമ്പറാന്ന് പറഞ്ഞില്ലേ, ഇവരെ ഒന്ന് ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടി വന്നാ. നല്ലൊരു ദിവസമായിട്ട് ഇവരെയൊക്കെ ഇവിടെ പിടിച്ചിരുത്തേണ്ട വല്ല കാര്യമുണ്ടോ? അയ്യോ, അവരങ്ങനെ വിടാൻ പറ്റൂല. അതെന്നെ? അത് വിടാൻ പറ്റത്തില്ല. അല്ല വിടണമല്ലോ. കാരണം നമുക്ക് ഇവര് നിസാര ഇന്ന് തിരുവോണമായിട്ട് നല്ലൊരു ദിവസം. ഇന്ന് ഇവരുടെ വീട്ടിലൊക്കെ ചെന്ന് കാണണം. നല്ല വാഴയിലൊക്കെ എടുത്തു വെച്ചിട്ട് അതിലൊരു 3 തരം തോരനൊക്കെ വെച്ച് 2 തരം അച്ചാറ് വെച്ച് നല്ല ചോറിട്ട് പപ്പടമൊക്കെ വെച്ച് അങ്ങോട്ട് സാമ്പാറൊക്കെ ഇട്ട് കുഴച്ചു പിടിക്കുന്ന സമയമല്ലേ തിരുവോണം ഉണ്ടേ. പിന്നെ 3 തരം പായസം. എത്ര തരം? 3 തരം ഇവന്റെ വീട്ടിലാണെങ്കിൽ 4 തരം പായസം. ഇതൊക്കെ കഴിക്കേണ്ട ഓണമായിട്ട് ഇവര് വീട്ടിലില്ലെങ്കിൽ ഭാര്യയും മക്കളൊക്കെ കാത്തിരിക്കുന്ന സമയം. അവരെ അങ്ങനെ വിടാൻ പറ്റൂല. അങ്ങനെ ഇവിടെ നല്ലൊരു ദിവസമായിട്ട് അവരുടെ വീട്ടിൽ എങ്ങനെ ശരിയാവണേ? എടാ, അവർക്ക് ഓണത്തിനെ പറ്റിട്ട് ഒരു പിണ്ണാക്ക് പറഞ്ഞൂടാ. ഓണത്തിനെ കുറിച്ച് ഒരു പിണ്ണാക്ക് പറഞ്ഞൂടാ. എന്നാ പറ്റിയത് നിനക്കൊക്കെ? അവന് ഓണത്തിനെ കുറിച്ച് ചോദിച്ചാൽ അറിയണ്ടേ? അറിയാൻ പറ്റും. അറിയാൻ പറ്റുന്നുണ്ടോ? എങ്ങനെ? എനിക്ക് പഞ്ചായത്തിൽ ഇറങ്ങി നടക്കണ്ടേ? സാറേ, ഞങ്ങളെ ഒന്ന് രക്ഷിക്കും. അല്ല, ഓണത്തിനെ കുറിച്ച് നമുക്ക് അത്ര വലിയ വിഷയമൊന്നും ആക്കട്ടെ. ഒരു കാര്യം ചെയ്യോ, പഞ്ചായത്ത് മെമ്പർ അല്ലേ, ആ, ഒന്ന് പറഞ്ഞു കൊടുക്കും അവർക്ക് ഓണത്തിനെ കുറിച്ച്. ഓണത്തിനെ എടാ, ഈ ഓണത്തിനെ കുറിച്ചൊക്കെ ആരെങ്കിലും ചോദിച്ചാൽ നമ്മൾ പെട്ടെന്ന് നിങ്ങൾ പറയാൻ പഠിക്കണം. മനസ്സിലായോ? ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓണത്തിനാണ് ചാലക്കുടി ബിവറേജിലാണ് ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്നത്. ശരിയല്ലേ? പിന്നെ ഓണത്തിന് സ്കൂളിന് 10 ദിവസം അവധിയായിരിക്കും. അവധിയാ. പിന്നെ തിരുവോണം ആവട്ടെ റോഡിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. പിന്നെ ഓണത്തിന് പുതിയ സിനിമകൾ ടിവിയിലും വരും, തിയേറ്ററിലും വരും. മനസ്സിലായി? പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചതയത്തിന്റെ ഒന്നും ബീവറേജ് അവധിയാണ്. സാധനം നേരത്തെ മേടിച്ചു വെച്ചേ. ഇപ്പൊ ഓക്കെ അല്ലേ? അപ്പൊ ഒക്കെ ഉള്ളു കാര്യം. എന്നാ പിന്നെ പോവാം. ഇതല്ല പറയാൻ പറഞ്ഞത്, ഓണത്തിനൊരു ഐതിഹ്യമുണ്ട്, അത് പറഞ്ഞു കൊടുക്കാനാ പറഞ്ഞത്. നിനക്കൊന്നും അത് അറിഞ്ഞൂടെ? അറിഞ്ഞൂടാ. ഐതിഹ്യം എന്ന് പറഞ്ഞാൽ എന്റെ പഞ്ചായത്തിലെ 2 മാവേലിയുടെ വേഷവും കിട്ടി വാമന്റെ വേഷവും കിട്ടി. നിനക്ക് ഐതിഹ്യം അറിയാമല്ലോ പറഞ്ഞു കഴിഞ്ഞാൽ. ഐതിഹ്യം എന്ന് പറഞ്ഞാൽ ഈ എറണാകുളത്ത് പാതാളം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പൊ ഈ പാതാളത്ത് ഈ വാമൻ എന്ന് പറഞ്ഞൊരു പയ്യനുണ്ടായിരുന്നു. അവനും അവന്റെ കൂട്ടുകാരൻ മഹാബലിയും കൂടെ എന്തോ ഒരു ഭൂമി തർക്കം ഉണ്ടായി. അങ്ങനെ ഭൂമി തർക്കം ഉണ്ടായി. ഇവര് തമ്മിൽ വഴക്കായി. വാമനൻ ഓടി വന്ന് ഒരു 2 ചാട്ടവും ചാടി ഒറ്റ ചവിട്ട് ഈ മാവേലിക്ക് ഇട്ട്. സംഭവം അവിടെ ഈ കുഴഞ്ഞു കുറഞ്ഞു കിടക്കുന്ന മണ്ണാണ്. മാവേലി അങ്ങ് താന്നുപോയി. പിന്നെ എല്ലാ വർഷവും ആ ഓർമ്മ മറക്കാൻ വേണ്ടി, സന്തോഷമാകാൻ വേണ്ടിയിട്ട് ഒരു ആഘോഷമാണ് ഈ ഓണം. ഇതാണോടോ ഓണത്തിന്റെ ഐതിഹ്യം? പിന്നെ ഇതല്ലേ ഓണത്തിന് സംശയം. എന്തെങ്കിലും സംശയം ഉണ്ടോ പാതാളത്ത് പിള്ളേരെ വിളിച്ചു ചോദിച്ചാൽ പോരെ? തന്നെയൊക്കെ ആരോടോ പഞ്ചായത്ത് മെമ്പർ ആക്കിയത്? പിന്നെ ഇന്ന് നിങ്ങൾ 3 പേരും ഇവിടെ നിന്ന് പോകുന്നില്ല. അല്ല, ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഓണത്തിനെ പറ്റിയുള്ള ഐതിഹ്യമൊക്കെ അറിഞ്ഞു വെച്ച് നമ്മൾ ഇവിടെ നിന്ന് ജോലി ചെയ്യല്ലേ. അപ്പൊ ഇതൊന്നും അറിഞ്ഞുകൂടാതെ ഇവിടെ നിൽക്കുന്നത് ശരിയല്ലല്ലോ. അപ്പൊ മായേ, റെഡിയല്ലേ? റെഡി. ഞങ്ങളെതിരെ തല്ലിയത് ഒന്നും അറിഞ്ഞൂടാതെ ഈ വേഷം കെട്ടി നിൽക്കുന്നതിന് ഇതാണ് ഓണത്തല്ല്.